നോർത്ത് പറവൂർ സമൂഹം ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ആർ മീനാക്ഷി, എച്ച് നീലകണ്ഠൻ എന്നിവർക്കുള്ള യാത്രയയപ്പും സംസ്ഥാന ജൂനിയർ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുമാരി ഇഷ ഫൈസലിനെ അനുമോദിക്കുന്ന ചടങ്ങുകളും സംയുക്തമായി നടന്നു. പതാക ഉയർത്തലിന് ശേഷം നടന്ന സമ്മേളനം മാനേജ്മെന്റ് പ്രതിനിധി ജി ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ റൂം അല്ലെങ്കിൽ ഈ ഹാള് മതിയാകാതെ വരിക എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. പുതിയൊരു ഓഡിറ്റോറിയം തന്നെ പണിയണം. അത്രയ്ക്കുള്ള കുട്ടികളും അധ്യാപകരും കൂടെ ഉണ്ടാകണം, പേരൻസും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇവിടെ തികയാതെ വരണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സ്കൂളിനെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ശ്രീ നീലകണ്ഠനും ശ്രീമതി മീനാക്ഷി ടീച്ചർക്കും മൈ ബെസ്റ്റ് വിഷസ് ടു ദം. ആക്ച്വലി രണ്ടുപേരും വളരെ വളരെ എക്സ്പീരിയൻസ്ഡും സ്കൂളിന് എന്താ പറയേണ്ടത് വളരെ ലോയലായിട്ടുള്ള എംപ്ലോയീസുമാണ്. PTA പ്രസിഡന്റ് കണ്ണൻ സുകുമാരൻ അധ്യക്ഷനായി. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ലൊരു കാലഘട്ടം നിങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും ഈ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയാലോ എന്ന്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ ഒരു ലൈഫ് പരമാവധി എൻജോയ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് സമൂഹം സ്കൂൾ നിങ്ങൾക്ക് തരുന്നതിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്താ വെച്ചാൽ, നിങ്ങൾ ഈ വരുന്ന വർഷം SSLC സ്റ്റുഡൻസ് ഉണ്ടാവും. നമുക്കൊരു സമ്പൂർണ്ണ വിജയം എന്നല്ല നിങ്ങൾ കരുതേണ്ടത്. 100% വിജയമല്ല നമ്മൾക്ക് വേണ്ടത്. അതിനേക്കാൾ ഉപരി 100%ഉം A+ നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? ഇനി 2 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. പ്രധാന അധ്യാപിക രമ ഗോപിനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീമതി ആർ മീനാക്ഷി, ഓഫീസ് സ്റ്റാഫ് ശ്രീ എച്ച് നീലകണ്ഠൻ എന്നിവർ ഔദ്യോഗികമായി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. സമൂഹം സ്കൂളിനെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇവരുടെ അഭാവം. 2 പേർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ നടനുമായ വിനോദ് കെടാമംഗലം മുഖ്യ അതിഥിയായിരുന്നു. ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഏത് രേഖകളിലും അതിന് കൃത്യമായിട്ട് രേഖപ്പെടുത്തലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പറവൂർ സമൂഹ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ ആദ്യത്തെ ഫസ്റ്റ് കൊണ്ടുവന്ന ആ പഴയ പൂർവ്വ വിദ്യാർത്ഥി എന്ന പേരിൽ വിനോദ്, PG വിനോദ് എന്നുള്ള നാമധേയം എന്നും ഇവിടെ കുറിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു കാലഘട്ടം എന്നും അഭിമാനത്തോടെ എനിക്കിവിടെ പറയാൻ സാധിക്കും. അതിൽ വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. നഗരസഭ പ്രതിപക്ഷ നേതാവ് TV നിതിൻ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ ഒരു വാണിജ്യവൽക്കരണം, ചെറിയ മാറ്റങ്ങൾ, CBSE സ്കൂളുകൾ വരുന്നു, ICSE സിലബസ് ഉള്ള സ്കൂളുകൾ വരുന്നു. അപ്പോൾ അതിൽ ഒരു കൊമേഴ്സ്യലൈസേഷൻ സംഭവിക്കുകയും നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന വിമാന കലാലയങ്ങൾ പലതും പുറകോട്ടടിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 48 ചുരുങ്ങി. 48 കുട്ടികളുള്ളൂ ആകെ സംഗതി. വലിയ ഒന്നും ആലോചിച്ച് നോക്കണം. 3000-3500 കുട്ടികൾ പഠിച്ചിരുന്ന പറവൂരിന്റെ കണ്ണായ സ്ഥലത്തിരിക്കുന്ന 2 സ്കൂളുകൾ, ഒന്ന് ബോയ്സും 2 സമൂഹ സ്കൂളാണ്. ഇതിന്റെ ഒരു ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന്റെ ഭയങ്കര വലിയ പ്രധാനപ്പെട്ട റോഡിന്റെ സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് സ്കൂൾ ഇരിക്കുന്നത്. AEO CS ജയദേവൻ, വാർഡ് കൗൺസിലർ D രാജ്കുമാർ, M ഹേമലത, വിജു ഷൈജു, സ്കൂൾ ലീഡർ വാണി രാജീവ് എന്നിവർ സംസാരിച്ചു. അനുമോദനവും സമ്മാനദാനവും കലാപരിപാടികളും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.